ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. കാറ്റിന്റെ ഗീതം കുഴപ്പത്തിൽ നിന്നും കരുണയിലേക്ക്. കേരളത്തിന്റെ ഉൾനാടൻ മഴവില്ലിട്ട കുന്നുകളുടെ തടത്തിൽ മണിമുത്തുകളെപ്പോലെ ചിതറിക്കിടക്കുന്ന കാട്ടുഗ്രാമമായിരുന്നു കുഞ്ഞാരൻമൂട്ട്. അവിടത്തെ ജീവിതം കാറ്റിന്റെ ഇനത്തിന് തുല്യമായിരുന്നു. ചിലപ്പോൾ ശാന്തവും ചിലപ്പോൾ കൊടുങ്കാറ്റും. മഴക്കാലത്ത് ഓളം ചിതറുന്ന പുഴയെപ്പോലെ ഗ്രാമം തിളച്ചുനിന്നു. വേനലിൽ കരിഞ്ഞുണങ്ങി മരുഭൂമിയുടെ ചുവന്ന പടുകിട്ടുകൾ കാണിച്ചു. കുഞ്ഞാരൻമൂട്ടിലെ ജീവിതത്തിന്റെ നാഡിയായിരുന്നു മാധവി. ഭൂമിയുടെ മടിയിൽ നിന്നും കരുണ കൊയ്തെടുക്കുന്ന കർഷകൻ. അയാളുടെ കൈകൾ മണ്ണിന്റെ ഗന്ധത്തിൽ മൂടിയിരുന്നു. കണ്ണുകളിൽ കാറ്റിന്റെ ഭാഷ, ചുണ്ടിൽ മഴയുടെ പാട്ട്. എന്നാൽ കാലം മാറാടിക്കളിച്ചു. കാറ്റു തിരിഞ്ഞു, കൊടുങ്കാറ്റായി. മഴ പെയ്തില്ല, മണ്ണ് വിണ്ടു. കുഞ്ഞാരൻമൂട്ട് വരൾച്ചയുടെ നഖങ്ങളാൽ ചീറി. ഭൂമി കരുണയില്ലാതെ കാട്ടി. മാധവിയുടെ കൈകൾ വിറച്ചു. കണ്ണുകളിൽ നിരാശയുടെ നീലച്ചില്ലു തെളിഞ്ഞു. കൊയ്തുകളില്ലാതെ, ഭക്ഷണമില്ലാതെ ഗ്രാമം നിശബ്ദമായി. ഒരു ദിവസം കൊടും ചൂടിൽ പകച്ചുപോയ മാധവി കാടിന്റെ ഹൃദയത്തിലേക്ക് നടന്നു. നിരാശയുടെ കനത്ത ഭാരം അയാളുടെ തോളിൽ കയറി. പെട്ടെന്ന് കാറ്റിന്റെ ഒരു സീൽക്കാര അയാളുടെ കാതിൽ മുട്ടി. അവിടെ ഒരു മുനിശ്രയാത്രം കണ്ടു. മുഖം ധ്യാനത്തിൽ നിർലിപ്തവും ശാന്തവും. കാരുണ്യമില്ലാത്ത ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? മാധവി കേൾച്ചിച്ചു, കണ്ണുകൾ നിറഞ്ഞു. മുനി ചിരിച്ചു. കാറ്റിനെ നോക്കൂ, അദ്ദേഹം പറഞ്ഞു. അത് കുഴപ്പത്തിൽ നിന്നും പുതിയ വഴികൾ തുറക്കുന്നു. കൊടുങ്കാറ്റിൽ നിന്നും മഴ കൊണ്ടുവരുന്നു. മാധവി മനസ്സിലാക്കി. കാറ്റിന്റെ ഗീതം കുഴപ്പത്തിൽ നിന്നും കരുണയിലേക്കുള്ള യാത്രയാണ്. കാറ്റുപോലെ അയാളും മാറണം. മാറ്റത്തിനു ശേഷം മാത്രമേ പുതിയ ഭൂമി ഉദിക്കുകയുള്ളൂ. തിരിച്ചുവന്ന മാധവി മുഴങ്ങിയ ഭൂമിയിൽ വിത്തുകൾ വിതറി. കാറ്റിനെപ്പോലെ അയാളും മാറി. നിരാശയെ കളഞ്ഞു, പ്രതീക്ഷയുടെ പതാക ഉയർത്തി. കാത്തിരിപ്പ് ഒരു പുതിയ ഭാഷ പഠിപ്പിച്ചു. മഴയുടെ ഗന്ധം, പുതിയ കനിയുടെ സംഗീതം. ഗ്രാമം പച്ചപ്പുല്ലിന്റെ ഈരപ്പുടവയിൽ ഉണർന്നു. മഴയുടെ സ്നേഹത്തിൽ തളിർത്ത വിളകൾ കാറ്റിൽ നർത്തനം ചെയ്തു. മാധവിയുടെ കണ്ണുകളിൽ കരുണയുടെ നീല നിലാവ് തിളച്ചു. കൊടുങ്കാറ്റിന്റെ മുറിവുകൾ പുതിയ കരുണയാൽ മൂടി. കുഞ്ഞാരൻമൂട്ട് പുതുജീവിതത്തിന്റെ താളം ഏറ്റുപിടിച്ചു. മണ്ണ് വീണ്ടും കരുണ കൊയ്തെടുക്കാൻ തയ്യാറായി. മാധവി കാടിന്റെ ഹൃദയത്തിൽ മടങ്ങിയിരുന്ന മുനിയെ മറന്നില്ല. കാറ്റിന്റെ ഗീതം അയാളുടെ ജീവിതത്തിൽ ഒരു മന്ത്രമായി മാറി. കുഴപ്പത്തിൽ നിന്നും കരുണയിലേക്ക് നയിക്കുന്ന പാത ഒരിക്കലും അടഞ്ഞുപോകില്ലെന്ന് അയാൾ മനസ്സിലാക്കി. പുതിയ കാലം കുഞ്ഞാരൻമൂട്ടിൽ പൂത്തുണർന്നു. മഴയും വെയിലും കാറ്റും കൂടിച്ചേർന്ന് ഒരു ഹർഷബഹുളം നടത്തി. മാധവിയുടെ കൈകളിൽ വീണ്ടും മണ്ണിന്റെ ഗന്ധം തുളിച്ചു. അയാളുടെ ചുണ്ടിൽ മഴയുടെ പാട്ട് മൂളി. കാറ്റിന്റെ ഗീതം കുഞ്ഞാരൻമൂട്ടിനെ മാത്രമല്ല, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വഴികാട്ടി മാറി. കുഴപ്പങ്ങൾ വരും, കൊടുങ്കാറ്റുകൾ ആഞ്ഞുവീശും, പക്ഷേ പ്രതീക്ഷയുടെ വിത്തുകൾ വീഴുകയും പച്ചപ്പുല്ലിന്റെ ഈരപ്പുടവയിൽ പുതിയ ജീവിതം ഉദിക്കുകയും ചെയ്യും. കാരണം കാറ്റിന്റെ ഗീതം നമുക്ക് പറയുന്നു, ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.